നമസ്കാരം. 2025 ജൂൺ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സ്ത്രീശക്തി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ ഈ നറുക്കെടുപ്പിൽ കൂടി ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ജാതകരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുക. അപ്പോൾ ഈ അധ്യായത്തിൽ കൂടി ഏതൊക്കെ നാളുകാർക്കാണ് കിട്ടുവാൻ സാധ്യതയുള്ളത് ജ്യോതിഷപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ നമ്പറുകൾക്കാണ് സാധ്യത, സംഖ്യാശാസ്ത്രപ്രകാരമാണ് നമ്പറുകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാനായിട്ട് സാധ്യതയുള്ള നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൊരുട്ടാതി 3/4 നാളുകാർക്ക് സാധ്യതയുള്ള ദിവസമാണ്. അവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ കഴിയുന്ന ദിവസമാണ്. കാരണം അവർക്ക് 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ 10-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ലോട്ടറി വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇനിയും മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1/4 നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ്. ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇവർക്ക് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1/4 നാളുകാർക്ക് അതിനുള്ള യോഗ്യത വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4 രോഹിണി മകരം 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം, ലോട്ടറിയിൽ കൂടി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4 രോഹിണി മകരം 2 പാദം നാളുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായ ദിവസമാണ്. ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാൻ അനുകൂലമായ ദിവസമാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാർക്കാണ് ഇതിനുള്ള അവസരം അല്ലെങ്കിൽ യോഗ്യത എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുയോജ്യമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ട്. ലോട്ടറിയിൽ കൂടി ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ, ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഈ നാളുകാരിൽ വന്നു ചേരും. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി വ്യാപാരികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ലോട്ടറി വിൽക്കുന്നവർ, അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരായിട്ടുള്ള ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. അവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം 1/4 നാളുകാർക്ക് അതിനുള്ള യോഗ്യതയുള്ള ദിവസമാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം 1/4 നാളുകാർ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ ഭാഗ്യദേവയുടെ അനുഗ്രഹത്താൽ ഒരുപക്ഷെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അതിനുള്ള അവസരമുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും സംഖ്യാശാസ്ത്രപ്രകാരം കുറേ നമ്പറുകൾ പറഞ്ഞു തരാം. അപ്പോൾ ആ നമ്പറുകൾ 2 അക്ക നമ്പറുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനത്തെ 2 അക്ക നമ്പറുകളായി ഈ നമ്പറുകൾ വരണം. അപ്പോൾ ഈ നമ്പറുകൾ ഉള്ള ടിക്കറ്റ് നോക്കി എടുക്കുക. അതുപോലെ തന്നെ 6 അക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 3 വരണം, 6 വരണം, 9 വരണം. അതുപോലെ തന്നെ 4 അക്ക സംഖ്യകൾ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ ആ 4 അക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 3 വരണം, 6 വരണം, 9 വരണം. അതുപോലെ തന്നെ 0, 3, 12, 21, 30, 39, 48, 57, 66, 75, 84, 93, 06, 15, 24, 33, 42, 05, 50, 60, 78, 87, 96, 09, 10, 19, 27, 36, 45, 54, 63, 72, 81, 90. ഈ 2 അക്ക സംഖ്യകൾ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാനത്തെ 2 അക്ക സംഖ്യകളായിട്ട് വരിക.
അപ്പോൾ 4 അക്ക സംഖ്യകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി 2 അക്ക സംഖ്യകൾ ഈ കൂട്ടി നോക്കുമ്പോൾ 3 വരുന്ന വിധത്തിലും 6 വരുന്ന വിധത്തിലും 9 വരുന്ന വിധത്തിലും നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ 6 അക്ക സംഖ്യകളാണ് നോക്കുന്നതെങ്കിൽ 2 അക്ക സംഖ്യ ഞാൻ പറഞ്ഞു തന്നു. ബാക്കിയുള്ള 4 അക്ക സംഖ്യകൾ ഞാൻ പറഞ്ഞു തന്ന 2 അക്ക സംഖ്യകളുമായിട്ട് കൂട്ടി നോക്കുമ്പോൾ 3 വരണം, 6 വരണം, 9 വരണം, അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. കാരണം ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നു. അവരിൽ നിന്നും ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പിൽ കൂടിയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുക എന്നുള്ളത് സത്യസന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുക്കരുത്. കൂടി വന്നാൽ 1 ടിക്കറ്റ് അല്ലെങ്കിൽ 2 ടിക്കറ്റ്, അതിൽ കൂടുതലൊന്നും പോരുത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കണം. ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ മാത്രം പോരല്ലോ, എല്ലാ കാര്യങ്ങളും ഒക്കെ നടക്കണം. അപ്പോൾ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.